പ്രത്യേക സന്തോഷമുണ്ട്. പ്രത്യേകിച്ചും ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഇന്ന് പെരുന്നാൾ ദിവസം ഇവിടെ സിയാറത്തിനും അതുപോലെ തന്നെ ഇവിടുത്തെ പ്രാർത്ഥനയ്ക്കൊക്കെ കൂടാൻ കഴിഞ്ഞതിൽ നമ്മളെ ഹെഡ് ക്വാർട്ടേഴ്സിൽ തന്നെ വന്ന് ആരംഭിക്കാൻ കഴിയുന്നത് ഈ നല്ല ദിവസം ആരംഭിക്കാൻ പെരുന്നാൾ ദിവസം എന്ന് പറഞ്ഞാൽ മനുഷ്യ സമൂഹത്തിന് ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസം എന്നാണ്. വ്രതാനുഷ്ഠാനം പൂർത്തിയാക്കി വളരെ ഭക്തിയോടുകൂടി മാസം കഴിഞ്ഞ് പിന്നെ കിട്ടുന്ന ഒരു സന്ദർഭം, അത് സന്തോഷത്തിൻ്റെ ഒരു ദിവസം. ആ ദിവസം ഇവിടെ നമ്മുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് ആരംഭിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ പറഞ്ഞതുപോലെ ഈ സന്തോഷവും അതുപോലെ തന്നെ പ്രാർത്ഥനയും ഒരു വശത്ത് മനുഷ്യ സമൂഹത്തിന് ഏറ്റവും അധികം നല്ല ഒരു ദിവസമാണ് സംഭാവന ചെയ്യുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ ദശാബ്ദങ്ങളായി മനുഷ്യ സമൂഹത്തിന് ഏറ്റവും വലിയ ദുരിതം വിതറിയ സംഭവങ്ങളാണ് യുദ്ധം. എപ്പോഴും യുദ്ധം. ആ യുദ്ധ അന്തരീക്ഷം ലോകത്ത് ഇന്ന് എന്നത്തേതിനേക്കാൾ കൂടുതൽ നിലനിൽക്കുകയാണ്. ലോകരാജ്യങ്ങൾ മുഴുവൻ ആശങ്കയിലാണ്. നമ്മൾ മലയാളികൾ പ്രത്യേകമായി ആശങ്കയിലാണ്. ഗൾഫിലെ സിറ്റുവേഷനൊക്കെ തങ്ങളതിന് പ്രത്യേക പ്രാർത്ഥന നടത്തുകയുണ്ടായി. ഇന്ന് ഈ രണ്ട് വിഷയങ്ങൾക്കാണ് പ്രസക്തി ഏറിയിരിക്കുന്നത്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, മുന്നണിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രസിഡന്റ് നോമ്പുകാലത്ത് ഞങ്ങളുടെ എല്ലാ പ്രൊസീജിയറും ഏറ്റവും നേരത്തെ പൂർത്തിയാക്കി. സ്ഥാനാർത്ഥി പട്ടികയും മറ്റുമൊക്കെ ഏറ്റവും നല്ല മാതൃകാപരമായി വ്രതകാലത്ത് തന്നെ പൂർത്തിയാക്കി പബ്ലിഷ് ചെയ്തു എന്നുള്ളതിന് പബ്ലിക്കിൻ്റെ മുഴുവൻ കയ്യടി നേടിയ ഒരു വർഷം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. ഇന്ന് എല്ലാ നിലയിലും ശുഭമായി ആരംഭിക്കുന്നതിൽ സന്തോഷമുണ്ട്. എല്ലാവർക്കും ആശംസകൾ. LDFിൻ്റെ മുഴുവൻ ആയില്ല എന്ന് തോന്നുന്നു. കാരണം തിരുവനന്തപുരത്തായില്ല. അതെ. ഇപ്പോൾ UDFിൻ്റെ അതായി 100%